ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ആശങ്ക ജനിപ്പിക്കുന്ന വിവരങ്ങളാണ് ICRIERൽ നിന്ന് വരുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ മണ്ണിന് അതിവേഗം ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് പോഷകാഹാരക്കുറവ് മറഞ്ഞിരിക്കുന്ന വിശപ്പും വർദ്ധിച്ചു വരുന്നുവെന്ന് പുതിയ നയരേഖ സൂചിപ്പിക്കുന്നു. ആയിരക്കണക്കിന് കുട്ടികളാണ് നമ്മുടെ രാജ്യത്ത് ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാതെ വലയുന്നത്. കർഷകർക്ക് വേണ്ടത്ര വിളവ് ലഭിക്കാത്തത് ഇതിനൊരു പ്രധാന കാരണമാണ്. പോഷകസമൃദ്ധമായ ഭക്ഷണം ലഭിക്കാത്തതിനുള്ള പ്രധാന കാരണമായി നമ്മുടെ മണ്ണ് മാറുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ചില പഠനങ്ങൾ പറയുന്നത്. ICRIERൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ കൃഷിയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. പുറത്തുവന്ന പുതിയ നയരേഖ പ്രകാരം ഇന്ത്യയുടെ മണ്ണിന് അതിവേഗം ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മണ്ണിൽ നൈട്രജൻ, ഫോസ്ഫറസ്, സിങ്ക് തുടങ്ങിയ ആവശ്യ പോഷകങ്ങളുടെ കടുത്ത ക്ഷാമമുണ്ട്. ഇത് വിളകളുടെ ഗുണനിലവാരത്തെ നേരിട്ട് ബാധിക്കുകയാണ്. ഇതിലൂടെ നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങളിലും പോഷകത്തിന്റെ കുറവ് കണ്ടുവരുന്നു. ഇന്ത്യൻ കൗൺസിൽ ഫോർ റിസർച്ച് ഓൺ ഇന്റർനാഷണൽ എക്കണോമിക് റിലേഷൻസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഗോതമ്പ്, അരി, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയ പ്രധാന ധാന്യങ്ങളിൽ സൂക്ഷ്മ പോഷകങ്ങളുടെയും ജൈവവസ്തുക്കളുടെയും കുറവുണ്ട്. ഇന്ത്യയിലെ മണ്ണിന്റെ 73 മുതൽ 76% വരെ ജൈവ കാർബൺ 0.5% താഴെയായി. ഇത് മണ്ണിന്റെ വളങ്ങൾ ആഗിരണം ചെയ്യാനുള്ള കഴിവ് കുറയ്ക്കുന്നു. അതേസമയം തെറ്റായ യൂറിയ സബ്സിഡി നയങ്ങൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയുടെ അളവിനെ കൂടുതൽ വഷളാക്കി. ഇവയുടെ അംഗീകൃത അനുപാതമായ 4:2:1 നിന്ന് 10.9:4.4:1 ആയി കുറഞ്ഞു. മണ്ണിൽ നൈട്രജന്റെ അളവ് 90% കുറഞ്ഞു. സിങ്കിന്റെ അളവ് 35%, ഇരുമ്പിന്റെ അളവ് 24% കുറഞ്ഞു. ICRIER പ്രൊഫസർ ഡോക്ടർ അശോക് ഗുലാത്തി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. जो फर्टिलाइज़र की पॉलिसी है वो हमारी ठीक नहीं है. यूरिया बहुत ज़रूरत से ज़्यादा उस पर सब्सिडी दे रहे हैं और जो पोटाश और फॉस्फेट जो चाहिए उस पर उतना नहीं है, तो पूरा इम्बैलेंस हुआ है सिस्टम में. उससे हमारी जो मिट्टी की उपजाऊ शक्ति है वो कम हो चुकी है, वो वीक होती जा रही है. പഞ്ചാബിലെ വയലുകളിൽ രാസവളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ICRIERന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ മിക്ക കൃഷി ചെയ്ത മണ്ണിലും ജൈവ കാർബണിന്റെ അളവ് 0.3 മുതൽ 0.6 വരെ കുറഞ്ഞു. ഇത് ആഗോള ശരാശരിയേക്കാൾ വളരെ കുറവാണ്. ഇതിനർത്ഥം ഈ പ്രതിസന്ധി ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വളങ്ങളുടെ അമിത ഉപയോഗം കാരണം രാജ്യത്ത് മണ്ണിന്റെ ഗുണനിലവാരം അനുദിനം വഷളാകുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വിളകളിലെ പോഷകങ്ങൾ വർദ്ധിപ്പിക്കണം. ഈ വിഷയം പരിഹരിക്കുന്നതിനായി ആദ്യം നമ്മൾ മണ്ണിന്റെ കാർബണിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. യൂറിയ സബ്സിഡികൾ നീക്കം ചെയ്യുകയും ജൈവവളങ്ങൾ പുനഃസ്ഥാപിക്കുന്ന നയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വേണം. രണ്ടാമതായി ജൈവ ഫോർട്ടിഫിക്കേഷൻ, അതായത് മണ്ണിൽ നിന്ന് സ്വാഭാവികമായി കൂടുതൽ പോഷകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വിളകൾ വളർത്തുകയും വേണം. മൂന്നാമതായി നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കൃത്യമായ അളവിൽ നിർത്തുകയും സൂക്ഷ്മ പോഷകങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും വേണം. അതായത് പോഷകാഹാരക്കുറവിനെ പരാജയപ്പെടുത്താൻ കൃഷിയിടങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. സർക്കാർ, ശാസ്ത്രജ്ഞർ, കർഷകർ എല്ലാവരും ഒരുമിച്ച് ഇതിനായി പ്രവർത്തിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പ്ലേറ്റുകളിൽ നിന്നും പോഷകാഹാരം അപ്രത്യക്ഷമാവും. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.